ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലത്തെ നല്ലൊരു റെസിപ്പി ആട്ടോ ഇന്നത്തത്. ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടി തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയാട്ടോ, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 1 മതി കേട്ടോ. ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മൈദപ്പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പച്ച ചൊയയും പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിക്കാൻ നിൽക്കണ്ട. എന്നതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുത്താലും മതി. ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ തിക്കാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ നല്ലോണം കുറുകി വരും അത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ലാസ്റ്റ് എരിവും ഉപ്പും ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിലും ഭയങ്കര ലൂസായിട്ട് എടുക്കണ്ട, ഇത്രയും കട്ടിയിൽ വേണം. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഇതേപോലത്തെ 6 ബൺ എടുത്തിട്ടുണ്ട്. 6 വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ബണ്ണ് ഇതേപോലെ റൗണ്ടിൽ മുഴുവനായിട്ട് നടുവിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് 2 പോർഷനായിട്ട് നമുക്ക് കിട്ടും. അതിലുള്ള ബന്നിൻ്റെ മേലെയുള്ള ഭാഗമില്ലേ അത് നമുക്ക് ഇതേപോലെ സ്ക്വയറിലല്ല ഇതിലുള്ളതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒരു പ്ലസ് ആയിട്ടുള്ള രീതിക്ക് 2 സൈഡിൽ നിന്നും. പക്ഷേ എങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ബന്ന് കട്ടായി പോകരുത്, അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ 2 സൈഡിൽ നിന്ന് കട്ടിട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ ബന്നെല്ലാം അതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഭാഗം സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ബന്നിലേക്ക് നമ്മൾ ഫില്ലിങ് ഏകദേശം നല്ലോണം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബന്നിൻ്റെ മേലെയുള്ള ഭാഗമില്ലേ അത് ഇതിലേക്ക് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്താൽ അതവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. ഈ മൈദൻ്റെ ഫില്ലിങ്ങൊക്കെ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ട് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ള ബന്നും കൂടി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ മേലെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ആ ഈ ഒരു ഗ്യാപ്പിൽ മൊസറല്ല ചീസില്ലേ അത് വെച്ച് കൊടുക്കുക. 2 സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു പ്ലസ് ആയിട്ടുള്ള രീതിക്ക് ഒരു സൈഡിൽ നിന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മെല്ലെ പ്രസ് ചെയ്തിട്ട് ബന്ന് പൊട്ടിപ്പോകരുത് കേട്ടോ. തിരിച്ച് മറ്റേ സൈഡിൽ നിന്നും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 ബന്നാണ് ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തത്. ബന്ന് കട്ടായി പോവാണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളിൽ ഞാനിപ്പം കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബന്നിൻ്റെ മേലെയല്ലേ ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ എന്താ പറയുക ചീസൊക്കെ മെൽറ്റായിട്ട് ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതേപോലെ മല്ലിയിലൻ്റെയും ബട്ടറിൻ്റെയും ടേസ്റ്റൊക്കെ വരുമ്പം കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാനിൽ വെച്ചിട്ട്
ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓവനിൽ വെക്കുകയാണെങ്കിൽ ഓവനിലും വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ. ഈ ചിക്കൻ്റെ ക്രീമി ഫില്ലിംഗ് ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. താങ്ക്